Hello everyone, welcome to Grishma's Learning Space. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അതിനകത്ത് ഡിവിസിബിലിറ്റി ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഡിവിസിബിലിറ്റി ടെസ്റ്റ് അത് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ ഏത് ഒരു ഡിവിസിബിലിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റാക്കി തരും. സോ ഒരു പ്രോബ്ലത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് ഓരോ നമ്പേഴ്സിൻ്റെ ഡിവിസിബിലിറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ റെഡി ആണല്ലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ലീസ്റ്റ് വാല്യൂ മസ്റ്റ് ബി അസൈൻ ടു സ്റ്റാർ so that the numbers 6, 3, 5, 7, 6 star 2 is divisible by 8. Okay. സ്റ്റാറിന് ഏത് വാല്യൂ കൊടുത്താൽ, അതായത് നമ്മുടെ 6, 3, 5, 7, 6 സ്റ്റാർ 2, ഈ സ്റ്റാറിന് ഏത് വാല്യൂ കൊടുത്താലാണ് നമുക്ക് ഈ നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ഓപ്ഷൻസും കൂടെ പറയുകയാണ്. ഓപ്ഷൻ എ 1 ആണ്, ഓപ്ഷൻ ബി 2 ആണ്, ഓപ്ഷൻ സി 3 ആണ്, ഓപ്ഷൻ ഡി 4 ആണ്. ഇതിലേതാണ് കറക്റ്റ്? ഓക്കെ, അപ്പം 8 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി അറിഞ്ഞിരിക്കണം. ഒരു നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ, ഒരു നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ് എന്തായിരിക്കണം? ലാസ്റ്റ് 3 ഡിജിറ്റും 0 ആണെങ്കിൽ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 1000നെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 1000, 2000, 22,000, 32,000, അങ്ങനെ 1000 ലാസ്റ്റ് 3 ഡിജിറ്റ്സ് 0 ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ് 8ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണം. 8ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 216, ലാസ്റ്റ് 216 വന്നാൽ, അതായത് 32216, ഈ നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? 32216 ഈ നമ്പറിനെ എങ്ങനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുന്നത്? സോ 32216 എന്നൊരു നമ്പർ തന്നാൽ അവസാനത്തെ 3 ഡിജിറ്റ് നോക്കുക. അവസാനത്തെ 3 ഡിജിറ്റ് 216 ആണ്. അതിനെ ഒന്ന് 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 2 × 8 60, 2 8 16 ആണ്, ബാക്കി 56 ആണ്. 7 × 8 56 ആണ്. അപ്പോൾ 27 വരും അല്ലേ? 27 × 8 ആണ് 216 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സോ ലാസ്റ്റ് 3 ഡിജിറ്റ് 0യോ 8ൻ്റെ മൾട്ടിപ്പിളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 6 ഉണ്ട്. ഓപ്ഷൻ എ 1 ആകണം. 612 ആണോ, 622 ആണോ, 632 ആണോ, 642 ആണോ? ഇതിലേതാണ് കറക്റ്റ്? ഇതിലേതാണ് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എന്ന് നോക്കണം. ഇതിൽ ഞാൻ 2 ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യുക. അതായത് 622നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ 642നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ മനസ്സിലായി? കാരണം ഈ നമ്പേഴ്സിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 2 കൊണ്ടും 4 കൊണ്ടും പറ്റില്ലെങ്കിൽ 8 കൊണ്ടും പറ്റില്ല. ഓക്കെ, കാരണം 8-നകത്ത് 4 ഉണ്ട്. സോ 8 എന്ന് പറഞ്ഞാൽ 4 × 2 ആ. ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ അങ്ങനെ അതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പം നമ്മൾ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ നേരത്തെ ഇങ്ങനെ എഴുതുന്നത്. ഒരു നമ്പറിനെ 4 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ 8 ഒരിക്കലും കട്ടായി പോകത്തില്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി എങ്ങനെ മനസ്സിലായി ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലയോ ഇല്ലയോ എന്ന്, പറ്റുമോ ഇല്ലയോ എന്ന്? സോ അപ്പോൾ നമുക്ക് മൊത്തത്തിൽ 4ഉം 8ഉം എല്ലാം ഒന്നേന്നൊന്ന് പറയാം, ശ്രദ്ധിച്ചിരിക്കുക. ഡിവിസിബിലിറ്റി ബൈ 4ഉം ഡിവിസിബിലിറ്റി ബൈ 5ഉം ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റിനകത്ത് പഠിക്കാൻ പോകണേ. ഡിവിസിബിലിറ്റി ബൈ 4, ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പറാണ് 4. നമുക്ക് ഒരുപാട് അടുത്ത് യൂണിറ്റ് ഡിജിറ്റിൻ്റെ ഒക്കെ പ്രോബ്ലത്തിൽ എല്ലാം ആവശ്യമുള്ളതാണ്. ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കണം. ലാസ്റ്റ് 2 ഡിജിറ്റും 0 ആണെങ്കിലും ലാസ്റ്റ് 2 ഡിജിറ്റും മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിലും ലാസ്റ്റ് 2 ഡിജിറ്റും മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിലും നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഒരു നമ്പറിൻ്റെ. ഫോർ എക്സാമ്പിൾ 2731440 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? യെസ്, പറ്റും. 40 ആയതുകൊണ്ട് പറ്റും. 3129336 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഈ നമ്പറിനെ മൊത്തത്തിൽ എനിക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഒരു നമ്പറിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. 200 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 200 എന്ന് പറഞ്ഞൊരു നമ്പർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ലാസ്റ്റ് 2 ഡിജിറ്റ് 0 ആണ്.
13740 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഈ നമ്പറിനെ? പറ്റും. ലാസ്റ്റ് 2 ഡിജിറ്റ് 0 ആണ്. അതുപോലെ തന്നെയാണ് ഡിവിസിബിലിറ്റി ബൈ 8. ഏകദേശം സിമിലർ ആണ് 8ൻ്റെ ഡിവിസിബിലിറ്റി. എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് ഡിവിസിബിലിറ്റി ബൈ 8? ലാസ്റ്റ് 3 ഡിജിറ്റ് നോക്കണം. ഒരു നമ്പറിൻ്റെ ലാസ്റ്റ് 3 ഡിജിറ്റും 0 ആണെങ്കിൽ ആ നമ്പറിനെ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഒരു നമ്പറിൻ്റെ ലാസ്റ്റ് 3 ഡിജിറ്റും 0 ആണെങ്കിൽ നമുക്ക് ആ നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ് എന്തായിരിക്കണം? 8ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ലാസ്റ്റ് 3 ഡിജിറ്റ് 8ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, ഓർ അത് 8ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ലാസ്റ്റ് 3 ഡിജിറ്റ് മൾട്ടിപ്പിൾ ഓഫ് 8 ആയാലും മതി. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത് ലാസ്റ്റ് 3 ഡിജിറ്റ് മാത്രം എടുത്ത് ചെയ്യുവാണ്. 612 ആണോ, 622 ആണോ, 632 ആണോ, 642 ആണോ? ഇതിലേതാണ് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കണം. ഞാൻ ഈ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തു, കാരണം 22നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 622നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 42നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കി 42 ആണ്, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ഉറപ്പിച്ചു 8 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ 2 ഓപ്ഷനാണ്. 612നെ ആണോ 632നെ ആണോ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. സോ 8 × 7 7 8 56 ആണ്. 56 ആണെങ്കിൽ ബാക്കി 5 ഉണ്ട്, 52. 52 8ൻ്റെ മൾട്ടിപ്പിൾ അല്ല, ഡിവിഷൻ പോസിബിൾ അല്ല. ഓക്കെ, അവിടെ സ്റ്റോപ്പ് ചെയ്യാം. 632നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 632നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും 8 × 7 ആണ് 56. 8 × 7 56 ആണ്. 8 × 7 56 ആണ്. 56 കഴിഞ്ഞ് 63 ബാക്കി എത്രയുണ്ട്? 7 ഉണ്ട്. 63 56 തമ്മിലുള്ള വ്യത്യാസം 7 ഉണ്ട്. അപ്പോൾ 72 വരും. 72 8ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? 9 × 8 ആണ് 72. സോ ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റി. 632നെയാണ് എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ സ്റ്റാറിൻ്റെ അടുത്ത് വരുന്ന നമ്പർ ഓപ്ഷൻ സി 3 ആണ്. അപ്പോൾ ഇതാണ് ഡിവിസിബിലിറ്റി ബൈ 4ഉം ഡിവിസിബിലിറ്റി ബൈ 8ഉം. ലാസ്റ്റ് 2 ഡിജിറ്റ് 0യോ 4ൻ്റെ മൾട്ടിപ്പിളോ ആണെങ്കിൽ, അവസാനത്തെ 2 അക്കം 0മോ 4ൻ്റെ ഗുണിതമോ ആണെങ്കിൽ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ അവസാനത്തെ 3 അക്കം 0മോ 8ൻ്റെ ഗുണിതമോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ലീസ് വാല്യൂ മസ്റ്റ് ബി അസൈൻ ടു സ്റ്റാർ സോ ദാറ്റ് ദ നമ്പർ 451*603 ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 9. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 9ൻ്റെ ഡിവിസിബിലിറ്റി പഠിക്കണം. 9ൻ്റെ ഡിവിസിബിലിറ്റി പഠിക്കണമെങ്കിൽ നമ്മൾ 8ൻ്റെ പഠിക്കാൻ നേരത്ത് 4ൻ്റെ പഠിച്ചതുപോലെ 9ൻ്റെ പഠിക്കാൻ നേരത്ത് നമുക്ക് 3ൻ്റെയും കൂടെ പഠിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഡിവിസിബിലിറ്റി ബൈ 3യും ഡിവിസിബിലിറ്റി ബൈ 9ഉം ആണ്. അപ്പോൾ ഡിവിസിബിലിറ്റി ബൈ 3 എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് ഒരു നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ഡിവിസിബിലിറ്റി ബൈ 3 ആണ് പഠിക്കാൻ പോണത്. എങ്ങനെയാണ് ഒരു നമ്പറിനെ 3 കൊണ്ട് ഭാഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്? ഒരു സംഖ്യ തന്നിരുന്നാൽ ആ സംഖ്യയെ 3 കൊണ്ട് ഭാഗിക്കാൻ പറ്റണമെങ്കിൽ ആ സംഖ്യയുടെ അക്കങ്ങളുടെ തുക 3ൻ്റെ ഗുണിതമായിരിക്കണം അല്ലേ? സംഖ്യയുടെ അക്കങ്ങളുടെ തുക, സം ഓഫ് ഡിജിറ്റ്സ് അല്ലേ? സം ഓഫ് ഡിജിറ്റ്സ് എന്തായിരിക്കണം? 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. സം ഓഫ് ഡിജിറ്റ്സ് എന്തായിരിക്കണം? മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കണം. അപ്പോൾ ഒരു സംഖ്യയുടെ അക്കങ്ങളുടെ തുക 3ൻ്റെ ഗുണിതമാണെങ്കിൽ, സം ഓഫ് ഡിജിറ്റ്സ് മൾട്ടിപ്പിൾ ഓഫ് 3 ആണെങ്കിൽ ആ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ നോക്കാം. 3 6 7 2 1 4 1. 3 6 7 2 1 4 1. ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുക. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ 6 3 9 9 7 16 16 2 18 19 24. 24 എന്നുള്ളത് എന്താണ്? 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? സം ഓഫ് ഡിജിറ്റ്സ് 3ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി പക്ഷെ നമുക്ക് എപ്പോഴും വലിയ നമ്പേഴ്സ് ചോദിക്കുമ്പോൾ ഈ ഡിജിറ്റ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുക എന്ന് പറയുന്നതും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊരു ട്രിക്കി ആയിട്ട് പഠിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് തന്നെ 3
6, 7, 2, 1, 4, 1. ഈ സംഖ്യകളിൽ 3 അതിൻ്റെ മൾട്ടിപ്പിളോ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. കാരണം അതിനെല്ലാം നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, അതായത് 3 അതിൻ്റെ മൾട്ടിപ്പിൾസോ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെല്ലാം എടുത്ത് കളഞ്ഞ്, അതായത് ടോട്ടൽ ആഡ് ചെയ്യേണ്ട. ടോട്ടൽ ആഡ് ചെയ്യാതെ എങ്ങനെ ചെയ്യാം? 3 ക്യാൻസൽ ചെയ്യാം. 3യുടെ മൾട്ടിപ്പിൾ ആണല്ലോ. 6 ക്യാൻസൽ ചെയ്യാം. ഇനി 7ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 9 അല്ലേ, അതും 3യുടെ മൾട്ടിപ്പിൾ അല്ലേ, അതും ക്യാൻസൽ ചെയ്യാം. ഇനി നോക്കേ, 4ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 6 അല്ലേ, അതും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എല്ലാം 3യുടെ മൾട്ടിപ്പിൾസാണ് കിട്ടിയ. 3യുടെ മൾട്ടിപ്പിൾസ് ആഡ് ചെയ്താൽ 3യുടെ മൾട്ടിപ്പിൾ തന്നെയായിരിക്കും അല്ലേ. സോ നമുക്ക് അങ്ങനെയും ചെയ്യാം. വേറൊരു എക്സാമ്പിൾ നോക്കാം. 1-2 എക്സാമ്പിൾസ് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി അങ്ങ് ക്ലിയർ ആകും. വേറൊരു എക്സാമ്പിൾ നോക്കാം. വേറൊരു നമ്പർ തന്നിരുന്നാൽ നമുക്കത് മൾട്ടിപ്പിൾ ആണോ 3യുടെ മൾട്ടിപ്പിൾ ആണോ എന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യാം. 9, 3, 6, 5, 4, 4, 2, 3. ഇത് 3ൻ്റെ മൾട്ടിപ്പിൾ ആണോ? എങ്ങനെ പെട്ടെന്ന് ചെയ്യാം? എല്ലാ ഡിജിറ്റ്സും കൂടെ ആഡ് ചെയ്തിട്ട് 3ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഓക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ എങ്ങനെ പെട്ടെന്ന് ചെയ്യാം? ഡിജിറ്റ്സ് ആഡ് ചെയ്യാതെ നമുക്ക് ചെയ്യാം. എങ്ങനെയാണ്? 3യുടെ മൾട്ടിപ്പിൾസിനെ എല്ലാം ക്യാൻസൽ ചെയ്യാം. 3യുടെ മൾട്ടിപ്പിൾ ആണ്. 3 3യുടെ മൾട്ടിപ്പിൾ ആണ്. 6 3യുടെ മൾട്ടിപ്പിൾ ആണ്. ഇതാണ്ട് ഈ 3യുടെ മൾട്ടിപ്പിൾ ആണ്. അങ്ങനെ 3യുടെ മൾട്ടിപ്പിൾസിനെ എല്ലാം പിക്ക് ചെയ്ത് കളഞ്ഞു. ഇനി 5 + 4 9. 5 + 4 9. 9 3യുടെ മൾട്ടിപ്പിൾ ആണ്. 4 + 2 6. 6ഉം 3യുടെ മൾട്ടിപ്പിൾ ആണ്. സോ ഈ നമ്പേഴ്സ് എല്ലാം 3യുടെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഈ നമ്പറിനെ 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ അതും? അപ്പം ഇതാണ് ഡിവിസിബിലിറ്റി ബൈ 3. ഇതേ സെയിം സാധനം കുറച്ചൊരു വ്യത്യാസത്തിലാണ് ഡിവിസിബിലിറ്റി ബൈ 9. അപ്പോൾ എന്താണ് ഡിവിസിബിലിറ്റി ബൈ 9? ഒരു സംഖ്യയെ 9 കൊണ്ട് ഭാഗിക്കാൻ പറ്റുമോ ഇല്ലയോ? എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും? ഒരു സംഖ്യയെ 9 കൊണ്ട് ഭാഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എങ്ങനെ ചെയ്യാൻ പറ്റും? അതും സം ഓഫ് ഡിജിറ്റ്സ് തന്നെയാണ് നോക്കേണ്ടത്. ഒരു സംഖ്യ, ഒരു 10 നമ്പർ, 10 ഡിജിറ്റ്സ് ഉള്ള നമ്പറൊക്കെ തരും. 10 ഡിജിറ്റ്സ് ഒക്കെ ഉള്ള നമ്പർ തരും. ഇവിടെ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 3, 6, 9 ഡിജിറ്റാണ് ഉള്ളത് അല്ലേ. അങ്ങനെ 10 ഡിജിറ്റൊക്കെ ഉള്ള നമ്പർ തരും. എന്നിട്ട് ഏതെങ്കിലും ഒരെണ്ണം മിസ്സിങ് ആയിരിക്കും, കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഡിവിസിബിലിറ്റി ബൈ 9 ആണ്. അപ്പോൾ സം ഓഫ് ഡിജിറ്റ്സ് എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 9 ആയിരിക്കണം അല്ലേ. സം ഓഫ് ഡിജിറ്റ് മൾട്ടിപ്പിൾ ഓഫ് 9 ആണെങ്കിൽ നമുക്ക് ആ നമ്പറിനെ എന്ത് ചെയ്യാൻ പറ്റും? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. സം ഓഫ് ഡിജിറ്റ്സ് മൾട്ടിപ്പിൾ ഓഫ് 9 ആണെങ്കിൽ നമുക്ക് ആ നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ നോക്കാം. സം ഓഫ് ഡിജിറ്റ്സ് മൾട്ടിപ്പിൾ ഓഫ് 9 ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാമല്ലോ. ഒരു നമ്പർ നോക്കാം. ഒരു എക്സാമ്പിൾ 9 3 6 9 4 5 3 6. ഇതെന്താണ്? ഒരു 8 ഡിജിറ്റ് നമ്പറാണ്. ഈ ഒരു നമ്പറിനെ 9 കൊണ്ട് ഭാഗിക്കാൻ പറ്റുമോ ഇല്ലയോ? ഈ ഒരു നമ്പറിനെ 9 കൊണ്ട് ഭാഗിക്കാൻ പറ്റുമോ ഇല്ലയോ? എങ്ങനെയാണ് ചെയ്യുന്നത്? സം ഓഫ് ഡിജിറ്റ്സ് നോക്കുക, മൾട്ടിപ്പിൾ ഓഫ് 9 ആണോ എന്ന് നോക്കുക. നമ്മൾ ഇവിടെ ചെയ്ത അതേ ട്രിക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. മൾട്ടിപ്പിൾ ഓഫ് 3 ആണോ എന്ന് ചെക്ക് ചെയ്ത് എന്താ? ഓരോ 3യെയും 3യുടെ മൾട്ടിപ്പിളിനെയും ക്യാൻസൽ ചെയ്തു. ഇവിടെ അതുപോലെ ഓരോ 9നെയും 9ൻ്റെ മൾട്ടിപ്പിളിനെയും ക്യാൻസൽ ചെയ്താലും മതി. 9 എന്തൊക്കെയുണ്ട്? ഇത് 9 അല്ലേ, 9 ക്യാൻസൽ ചെയ്തു. ഇത് 9 ക്യാൻസൽ ചെയ്തു. 6 + 3 9 ക്യാൻസൽ ചെയ്തു. 4 + 5 9 ക്യാൻസൽ ചെയ്തു. 3 + 6 9 ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം ഏതെങ്കിലും ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ 9 ഉണ്ട്, അത് നമ്പേഴ്സ് എല്ലാം ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ 9 3 6 9 4 5 3 6. ഒന്നുകൂടെ നോക്കേ, 9കളെല്ലാം ആദ്യം ക്യാൻസൽ ചെയ്യാം. പിന്നെ ഏതെങ്കിലും ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടുന്നുണ്ടോ? 3ഉം 6ഉം ആഡ് ചെയ്യുമ്പോൾ 9 ആണ്. 4ഉം 5ഉം ആഡ് ചെയ്യുമ്പോൾ 9 ആണ്. 3ഉം 6ഉം ആഡ് ചെയ്യുമ്പോൾ 9 ആണ്. അപ്പോൾ നമുക്കിവിടെ വേറെ എക്സ്ട്രാ നമ്പേഴ്സ് ഒന്നും ഇല്ലല്ലോ. സോ ഇത് നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ട്രിക്കാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഫസ്റ്റ് സ്റ്റാറിൻ്റെ വാല്യൂ കിട്ടുമോ നോക്കിയേ. 7 ആണോ 8 ആണോ 5 ആണോ 9 ആണോ കിട്ടുന്നത്? ഈ ക്വസ്റ്റിനകത്ത് 4 5 1 സ്റ്റാർ 6 0 3 ഇത്രയാണ് നമ്പേഴ്സ് ഉള്ളത് അല്ലേ. ഇറ്റ്സ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 9 ആവണമെങ്കിൽ, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ 9കളെല്ലാം ക്യാൻസൽ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കല്ലേ. 4ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ 9 ആണ്. 6ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ 9 ആണ്. ഓക്കെ, ഇനി ഒരു 0 ഉണ്ട്, 1 ഉണ്ട്. 0യും 1ഉം പിന്നെ എന്തും കൂടെ കൂട്ടുമ്പോഴായിരിക്കും 9 കിട്ടുന്നത്. അത് 1ൻ്റെ ഒരു 0 വേണ്ടല്ലോ. 1ൻ്റെ കൂടി ഇനി എന്ത് ആഡ് ചെയ്താലായിരിക്കും നമുക്ക് 9 കിട്ടുന്നത്?
8 ആഡ് ചെയ്താലല്ലേ 9 കിട്ടൂ. സോ ആൻസർ ഈസ് 8. ആ നമ്പർ വരാൻ എന്തേ ഉള്ളൂ ചാൻസ്? 8 വരാനേ ഉള്ളൂ ചാൻസ്. സോ ആൻസർ ഈസ് 8. അതായത് നമ്മൾ ഈസി ആയിട്ട് സോൾവ് ചെയ്താണ്ടോ 9കളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാലൻസ് വരുന്നതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ 9 കിട്ടും, അതായിരിക്കും ആ ഡിജിറ്റ്. ഓക്കെ, അപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാം. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഇനി നിങ്ങൾക്ക് വരുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ 4 7 9 6 5 സ്റ്റാർ. ഈ സ്റ്റാറിൻ്റെ അടുത്ത് എന്ത് വന്നാൽ ഈ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 9 കൊണ്ട് ഡിവിസിബിളാണ്. സ്റ്റാറിന് ഏത് വാല്യൂ കൊടുത്താൽ നമുക്ക് ഈ നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ എന്താ ചെയ്യണം? 9കളെല്ലാം ക്യാൻസൽ ചെയ്യണം അല്ലേ? ഒരു 9 ക്യാൻസൽ ചെയ്തു, ഒരു 9 ക്യാൻസൽ ചെയ്തു. 5 + 4 9 ക്യാൻസൽ ചെയ്തു. ഇനി ബാക്കി എന്തുണ്ട്? 7ഉം 6ഉം. 7ഉം 6ഉം കൂടെ ആഡ് ചെയ്താൽ 13 ആണ്. 7ഉം 6ഉം കൂടെ ആഡ് ചെയ്താൽ 13 ആണ്. 13ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ നമുക്ക് 9ൻ്റെ മൾട്ടിപ്പിൾ കിട്ടും? 9ൻ്റെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ ഏതാ? 18. അപ്പോൾ 13ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ കിട്ടും? 5 ആഡ് ചെയ്താൽ കിട്ടും. സോ ആൻസർ ഈസ് 5. അപ്പോൾ 9ഓ അതിൻ്റെ മൾട്ടിപ്പിളോ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ആഡ് ചെയ്യണം അതാണ് നമ്മൾ നോക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മൾ 8ൻ്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റും പഠിച്ചു, 9ൻ്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റും പഠിച്ചു. 8ൻ്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റും പഠിച്ചു, 9ൻ്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റും പഠിച്ചു. അങ്ങനെയാണെങ്കിൽ 72ൻ്റെ എങ്ങനെ ചെയ്യും? ഒരു നമ്പറിനെ 72 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? അപ്പോഴാണ് മനസ്സിലാക്കേണ്ടത് 72 എന്ന് പറഞ്ഞാൽ 8 × 9 ആണ്. 72 എന്ന് പറഞ്ഞാൽ 8 × 9 ആണ്. 8 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 9 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 72 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരു നമ്പറിനെ 8 കൊണ്ടും 9 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് 72 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോൾ 8ൻ്റെ ഡിവിസിബിലിറ്റിയും ചെക്ക് ചെയ്യണം, 9ൻ്റെ ഡിവിസിബിലിറ്റിയും ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാൻ 8ൻ്റെയും 9ൻ്റെയും കമ്പാരിറ്റീവ്ലി എളുപ്പം 9 ആണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ 9ൽ നിന്ന് തുടങ്ങുവാണ്. സം ഓഫ് ഡിജിറ്റ്സ് എടുത്താൽ മതി. ലാസ്റ്റ് 3 ഡിജിറ്റ് ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് സം ഓഫ് ഡിജിറ്റ്സ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഈ പ്രോബ്ലം 9 നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണേ. നമ്മുടെ ക്വസ്റ്റിനകത്തൊരു നമ്പർ 9 ഉണ്ട്, 8 ഉണ്ട്, 5 ഉണ്ട്, എക്സ് ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, y ഉണ്ട്. 9 8 5 x 3 6 7 8 y. ഈ നമ്പറിനെ 72 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 9 കൊണ്ടും പറ്റും, 8 കൊണ്ടും പറ്റും. 9 കൊണ്ട് പറ്റുന്നത് എങ്ങനെയാ? സം ഓഫ് ഡിജിറ്റ്സ് 9 ആയിരിക്കണം, അല്ലെങ്കിൽ 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഒരു നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ സം ഓഫ് ഡിജിറ്റ്സ് എന്തായിരിക്കണം? 9 ആയിരിക്കണം. സോ 9കളെല്ലാം ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഒരു 9 ക്യാൻസൽ ചെയ്തു, 6 + 3 9 ക്യാൻസൽ ചെയ്തു. ഇനി എന്തുണ്ട്? 9 ക്യാൻസൽ ചെയ്യാൻ എവിടെയെങ്കിലും ഉണ്ടോ? 8ഉം 8ഉം ആകുമ്പോൾ 16 ആയി. എത്രയും കൂടെ വേണം 9 ആവണമെങ്കിൽ? നമുക്ക് നോക്കാവേ. ഈ 5ഉം ഈ 8ൽ നിന്നൊരു 4ഉം കൂടെ എടുത്താൽ ബാക്കി ഒരു 4 ഉണ്ട്. അതുപോലെ 8ഉം 1ഉം കൂടെ എടുത്താൽ ബാക്കി ഒരു 3 ഉണ്ട്. ഇനി 7ഉം 3ഉം കൂടെ ആഡ് ചെയ്താൽ 10 ഉണ്ട്. സോ 10 + x + y = ആണ് എന്ത് വരേണ്ടത്? ആ മൾട്ടിപ്പിൾ വരേണ്ടത്. ആ x + yക്ക് വരാൻ പറ്റുന്ന വാല്യൂ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ആ x + yക്ക് എന്താണ് വാല്യൂ വരാൻ പറ്റുന്നതെന്നാണ് ചോദിക്കുന്നത്. 9 മാത്രം വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. 10 + x + y 18 ആവാം. 9ൻ്റെ മൾട്ടിപ്പിളാണ് 18. അതായത് x + y 8 ആവാം. അതായത് x + y കോമ്പിനേഷനായിട്ട് കിട്ടും. നമുക്ക് വേണ്ടത് 4x - 3y. അതിന് സെപ്പറേറ്റ് x എന്താ, സെപ്പറേറ്റ് y എന്താന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അതുകൊണ്ട് നമുക്ക് ആ സെപ്പറേറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി 7 8y ഒന്ന് കണ്ടുപിടിക്കാം. 7 8y 8ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. കാരണം എന്താ? ഒരു നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവസാനത്തെ 3 അക്കത്തിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരു നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവസാനത്തെ 3 അക്കത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഇതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 × 8 72, ബാലൻസ് 6.
60 എന്തിനെ മാത്രം 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 64 മാത്രമല്ലേ ഉള്ളൂ 8ൻ്റെ മൾട്ടിപ്പിൾ. 8 × 8 64. അപ്പോൾ 64 വരണം വൈയുടെ വാല്യൂ. അപ്പോൾ 4 വന്നാലേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. സോ വൈയുടെ വാല്യൂ എത്ര കിട്ടി? 4 കിട്ടി. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. 72 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ 8 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം, 9 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അത് മനസ്സിലായല്ലോ. 72 കൊണ്ട് ഒരു സംഖ്യ ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ 8 കൊണ്ടും ഡിവൈഡ് ചെയ്യണം, 9 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 8ൻ്റെ ഡിവിസിബിലിറ്റി എന്താണ്? ലാസ്റ്റ് 3 ഡിജിറ്റ് എടുത്ത് ചെക്ക് ചെയ്യുക. ലാസ്റ്റ് 3 ഡിജിറ്റ് 7, 8 വൈയെ 8 കൊണ്ട് ഭാഗിക്കാൻ പറ്റണം. വൈക്ക് ഏത് വാല്യൂ കൊടുത്താൽ 8 കൊണ്ട് ഭാഗിക്കാൻ പറ്റും? വൈക്ക് ഏത് വാല്യൂ കൊടുത്താൽ 8 കൊണ്ട് ഭാഗിക്കാൻ പറ്റും? നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1 × 8 8, 9 × 8 72, ബാലൻസ് 6. 61നെ 8 കൊണ്ട് ഭാഗിക്കാൻ പറ്റുമോ? 62നെ പറ്റുമോ? 63നെ പറ്റുമോ? 64നെ അല്ലേ പറ്റൂ? 64നെ അല്ലേ 8 കൊണ്ട് ഭാഗിക്കാൻ പറ്റൂ? സോ വൈക്ക് വാല്യൂ ഫിക്സ് ചെയ്തു 4. ഓക്കെ ആണല്ലോ. വൈയുടെ വാല്യൂ എന്ത് കിട്ടി? 4 കിട്ടി. ഇനി ബാക്കി 9ൻ്റെ ഡിവിസിബിലിറ്റി ആണ് ചെക്ക് ചെയ്യേണ്ടത്. അതിന് നമ്പേഴ്സ് ഒന്നുകൂടെ എഴുതുവാണ്. 9, 8, 5, x, 3, 6, 7, 8, 4. ഇതാണ് 9ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. 9ൻ്റെ ഡിവിസിബിലിറ്റി ഓക്കെ. വൈക്ക് പകരം 4 കൊടുത്തിട്ടാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയേക്കാണ് കേട്ടോ. വൈക്ക് പകരം 4 കൊടുത്തിട്ടുണ്ട്. വൈക്ക് പകരം 4 കൊടുത്തിട്ടാണ് എഴുതിയേക്കുന്നത്. ഓക്കെ. സോ 9 ക്യാൻസലായി, 6 + 3 9 ക്യാൻസലായി, 5 + 4 9 ക്യാൻസലായി. ബാക്കി 8ഉം ഒരു 1ഉം കൂടെ എടുക്കാം അല്ലേ? 8ൽ നിന്നൊരു 1 എടുക്കാം, അതും ക്യാൻസലായി. ബാക്കി 7 + 7 14. സോ 14 + x = നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ 10 + x + y എന്ന് വന്നു അല്ലേ? വൈക്ക് 4 കൊടുത്താൽ മതി. അപ്പോൾ 14 + x എന്ന് വരും. ഓക്കെ. ഞാൻ വൈക്ക് 4 കൊടുത്തിട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ 14 + x എന്ന് വന്നത്. 14 + x, 14 + x എന്ന് പറയുമ്പോൾ 18 ആയാൽ 9ൻ്റെ മൾട്ടിപ്പിളാണ്. 18 ആവണമെങ്കിൽ എക്സിന് 4 കൊടുക്കണം. ഇനി 14 + x 9ൻ്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ ഏതാ? 27. 27 ആയാലും 9ൻ്റെ മൾട്ടിപ്പിളാണ്. 14ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ 27 കിട്ടും? 2 ഡിജിറ്റിൽ കൂടുതൽ വരും. എക്സിന് 1 ഡിജിറ്റേ കൊടുക്കാൻ പറ്റൂ. അതായത് ഇനി അടുത്തൊരു നമ്പർ കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ 13 ആണ്. എക്സിന് 13 എന്ന് പറഞ്ഞ നമ്പർ നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. എക്സ് എന്ന് പറഞ്ഞാൽ 1 ഡിജിറ്റാണ്. 13 എന്ന് പറയുമ്പോൾ 2 ഡിജിറ്റ് ഉണ്ട്. സോ നമുക്ക് 4 തന്നെ ഫിക്സ് ചെയ്യാം. സോ x = 4 എന്ന് കിട്ടി. y നേരത്തെ കണ്ടുപിടിച്ചു 4. നമ്മുടെ ചോദ്യം 4x - 3y ആണ്. ദാറ്റ് ഈസ് 4 × 4 - 3 × 4. ആൻസർ എത്ര വരും? 16 - 12 വരും. ദാറ്റ് ഈസ് 4. ഓക്കെ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഡിവിസിബിലിറ്റി ഈസിയാണ്. സംഭവം മനസ്സിലാക്കി കഴിഞ്ഞാൽ, കോൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഡിവിസിബിലിറ്റി ഈസിയാണ്. ഓക്കെ. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ സ്പീഡ് ആവുള്ളൂ കേട്ടോ. ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് 3 ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 4 and 7. 4 കൊണ്ടും 7 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് XY വരുന്ന ഒരു ക്വസ്റ്റിനോട് ചെയ്തിട്ട് ഇതിലോട്ട് പോകാം. എക്സും വൈയും വരുന്ന ക്വസ്റ്റ്യൻ. ആ 72ൻ്റെ ഒരു ടൈപ്പും കൂടെ, കാരണം കഴിഞ്ഞ ഒരു പ്രോബ്ലത്തിൽ നിന്ന് തന്നെ ചിലപ്പോൾ എല്ലാം സെറ്റ് ആവണമെന്നില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കേ. ഇഫ് എ 10-digit number 5, 4, 7, 2, 6, x, 7, 9, y, 6 is divisible by 72, then what is the value of 5x - 3y for the least value of y? കുറച്ചും കൂടെ കട്ട് ചെയ്യേണ്ട ഈ ക്വസ്റ്റ്യൻ, കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ കുറച്ചുകൂടെ എന്താ പറയുക ഈസിയാണ്, കാരണം ലീസ്റ്റ് വാല്യൂ ഓഫ് വൈ എടുക്കണമെന്നോ അങ്ങനെയൊന്നും എക്സ്പെഷ്യലി പറഞ്ഞിട്ടില്ല. നമുക്ക് ഒറ്റ വൈയെ കിട്ടത്തോളായിരുന്നു അല്ലേ? പക്ഷെ ഇവിടെ വേറെയും വൈക്ക് പോസിബിലിറ്റി ഉണ്ടായിരിക്കും. വൈക്ക് 2ഓ 3ഓ അങ്ങനെ 2ഓ 3ഓ വാല്യൂസ് വരാൻ ചാൻസ് ഉണ്ടെങ്കിലും നമുക്കിങ്ങനെ ലീസ്റ്റ് വാല്യൂ ഓഫ് വൈ എടുത്തിട്ട് ചെയ്യാൻ പറയും. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പോലെ ലാസ്റ്റ് 3 ഡിജിറ്റ് എടുക്കണം. 9, y, 6 ലാസ്റ്റ് 3 ഡിജിറ്റ് എടുത്ത്, ഇനി വൈക്ക് ഏതൊക്കെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വൈക്ക് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 8 കൊണ്ട് ഡിവിസിബിൾ ആവും. സോ നമുക്ക് നോക്കാം. 9y6നെ നമുക്കൊന്ന് 8 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലേ? 9y6നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 1 × 8 8.
ബാലൻസ് ഒരു 1 ഉണ്ട്. വൈക്ക് ഞാൻ 1 ഇട്ടൊന്ന് കൊടുക്കുകയാണ്. വൈക്ക് 1 ആണെങ്കിൽ ഇവിടെ 11 വരും അല്ലേ. 11 ആണെങ്കിൽ വീണ്ടും 1 ഇൻറ്റു 8, ബാലൻസ് എത്ര ഉണ്ട്? 3 ഉണ്ട്, 36. 8ൻ്റെ മൾട്ടിപ്പിൾ ആണോ 36? അല്ല. അപ്പോൾ 1 ഓക്കെ അല്ല. ഈ 2 ഇട്ട് കൊടുത്താൽ എന്ത് വരും? ഇവിടെ 2 ആയിരുന്നെങ്കിലോ 12 വരും. അപ്പോൾ 46 എന്ന് വരും. 46 എന്തല്ല? 8ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 56 എന്താണ്? 8ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. 3 ഇട്ട് കൊടുത്താലോ പറ്റത്തില്ല. 3 ഇട്ട് കൊടുത്താലോ, അതായത് 936 ഒന്ന് നോക്കാം. 936 ഓക്കെ. 936നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. 1 ബാലൻസ് 12, 1 ബാക്കി എത്ര വരും? 8, 5 അല്ലേ. സോ പറ്റും. സോ വൈക്ക് ഒരു വാല്യൂ കിട്ടി 3. 1 ഇട്ട് കൊടുത്തപ്പോൾ കിട്ടിയില്ല. അടുത്ത വൈയുടെ വാല്യൂ എത്ര ആയിരിക്കും? ഉറപ്പായിട്ട് ഇനി അടുത്ത വൈയുടെ വാല്യൂ 7 ആയിരിക്കും. 976 ഒന്ന് നോക്കേ, ഒന്ന് ചെക്ക് ചെയ്യാം. 1 ബാലൻസ് 1, 2 ഇൻറ്റു 8 16, 2 ഇൻറ്റു 8 16 കണ്ടോ. അടുത്ത വാല്യൂ എന്തായിരുന്നു? 7 ആയിരിക്കും. അപ്പോൾ 3ഉം 7ഉം. നമുക്ക് 5ഉം കൂടെ ഒന്ന് ചെക്ക് ചെയ്യാവേ. 9 5 6/8, 1 15 വരും. 1 ബാലൻസ് എത്ര വരും? 70 വരും. 76 എന്തല്ല? 8ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ y = 3ഉം y = 7ഉം ആണ് പോസിബിൾ ആയിട്ടുള്ള രണ്ട് വാല്യൂസ് എന്ന് പറയുന്നത്. സോ y 3ഉം കിട്ടി, y എന്ത് കിട്ടി? 7ഉം കിട്ടി. ഓക്കെ. ഇനി നമുക്ക് നോക്കാം. ലീസ്റ്റ് വാല്യൂ ഓഫ് y എന്ന് പറയുമ്പോൾ yക്ക് എന്ത് കൊടുക്കണം? 3 കൊടുക്കണം. ചെറിയ വാല്യൂ കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. അപ്പം നമ്മൾ 3 കിട്ടിയപ്പോഴേ സ്റ്റോപ്പ് ചെയ്യാം. കാരണം ലീസ്റ്റ് വാല്യൂ കിട്ടിക്കഴിഞ്ഞ് ഇനി അങ്ങോട്ടുള്ള വലിയ വാല്യൂസ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 7 വരെ പോകേണ്ട കാര്യം ഇല്ലായിരുന്നു. 1 2 3 ചെക്ക് ചെയ്യുമ്പോഴേ നമുക്ക് 3 കിട്ടും. ഓക്കെ. ലാസ്റ്റ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരുന്നോ? 9/6നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം yക്ക് 1 കിട്ടുകൊടുത്ത് ചെക്ക് ചെയ്യണം. അപ്പോൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. yക്ക് 2 കൊടുത്താൽ 26 ആണ്. 26നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ 26നെ. അപ്പോൾ 2 ചെക്ക് ചെയ്യണ്ട, 26 ചെക്ക് ചെയ്യണ്ട. അടുത്ത yക്ക് 3 ഇട്ട് കൊടുക്കണം. 3 ഇട്ട് കൊടുക്കുമ്പോൾ 936/8 ആണ്. 36നെ 4 കൊണ്ട് പറ്റും, അതുകൊണ്ട് 8 കൊണ്ട് പറ്റുമോ എന്ന് ചെക്ക് ചെയ്യണം. സോ 1 13 1 ബാക്കി 5 56 പറ്റും. സോ വൈയുടെ വാല്യൂ 3 ഫിക്സ് ചെയ്തു. ഇനി വേറെ ഒന്നും ചെക്ക് ചെയ്യാൻ നിൽക്കേണ്ട. ഇത് പറ്റത്തില്ലായിരുന്നു, പിന്നെ 3 മാത്രമേ പറ്റുള്ളൂ. പിന്നെ അങ്ങോട്ടുള്ള വാല്യൂസ് എന്ന് പറയുമ്പോൾ ലീസ്റ്റ് വാല്യൂ അല്ല. അതുകൊണ്ട് വൈക്ക് ഞാൻ 3 അങ്ങ് ഫിക്സ് ചെയ്തു. ബാക്കി എഴുതി നോക്കാം. 5 4 7 2 6 x 7 9 3 6. ഇനി വൈയുടെ വാല്യൂ നമുക്ക് കിട്ടി, 3 എന്ന് കിട്ടി. അടുത്ത എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാം. അതിന് വേണ്ടിയിട്ട് 9 ഇൻറ്റു 8 ആണല്ലോ 72. 8ൻ്റെ വെച്ചിട്ട് നമ്മൾ വൈയെ കണ്ടുപിടിച്ചു. 9 വെച്ചിട്ട് നമുക്ക് എക്സിനെ കണ്ടുപിടിക്കാൻ പറ്റും. സോ 9 എല്ലാം ക്യാൻസൽ ചെയ്യാം. ഒരു 9 ക്യാൻസൽ ചെയ്തു. 5 + 4 9, 7 + 2 9, 3 + 6 9. ബാക്കി എത്രയുണ്ട്? 7 + 6 13 + x = എന്ത് കിട്ടണം? 18 കിട്ടണം. 13 + എന്താണ് 18? 5 ആണ് 18. സോ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? 5 കിട്ടി. ചോദ്യം 5 × 5 -3 × 3 ആയിരുന്നു. 25 - 9 വരും. ആൻസർ 60. ഓക്കെ. സോ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. ഇനി ഈ ഒരു ടൈപ്പ് ചോദിച്ചാലോ, ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് 3 ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 4 and 7. 4 കൊണ്ടും 7 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ 3 ഡിജിറ്റ് ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. നമ്മുടെ കയ്യിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. 990, 980, 970, 960. 4ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് നമുക്കറിയാം. അവസാനത്തെ 2 അക്കം നോക്കുക. അവസാനത്തെ 2 അക്കം 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, അവസാനത്തെ 2 അക്കം 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ അവസാനത്തെ 2 അക്കം ഇത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. ഇത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 90 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 80 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 70 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 60 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 980യും 960യും ആണ്. അതിൽ 980 നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. 980യെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഒരു 7 2 28 4 7 പറ്റും. സോ 980 ആണ് ആൻസർ. അപ്പോൾ ഓപ്ഷൻസിൽ 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്തതിനെ ക്യാൻസൽ ചെയ്തിട്ട് ലാർജസ്റ്റ് നമ്പറാണ് ചോദിച്ചത്. അപ്പോൾ ലാർജസ്റ്റ് നമ്പർ തൊട്ട് ചെക്ക് ചെയ്ത് തുടങ്ങാം. ഈ 980 പറ്റത്തില്ലാതെ നെക്സ്റ്റ് ആൻസർ 960 എഴുതേണ്ടി വന്നേനെ. സോ 980 തന്നെയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അതും ക്ലിയർ ആണല്ലോ.
If a 5-digit number 24xy is divisible by 3, 7 and 11, then the what is the value of 2y minus 8x? 24x 7xy എന്ന് പറയുന്ന നമ്പറിനെ 3 കൊണ്ടും ഭാഗിക്കാൻ പറ്റും, 7 കൊണ്ടും ഭാഗിക്കാൻ പറ്റും, 11 കൊണ്ടും ഭാഗിക്കാൻ പറ്റുമെങ്കിൽ 2y minus x. നമുക്ക് എക്സും കണ്ടുപിടിക്കണം, വൈയും കണ്ടുപിടിക്കണം. നമുക്ക് എക്സും കണ്ടുപിടിക്കണം, വൈയും കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യും? സോ നിങ്ങൾ ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക, ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അടുത്ത വീഡിയോയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഇതായിരിക്കും. ഡിവിസിബിലിറ്റിയുടെ രണ്ടാമത്തെ സെക്ഷനിൽ നമുക്കിത് പറഞ്ഞുതരാം. അപ്പോൾ കുറച്ച് ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ടാണ് നമ്മൾ ഓരോ ചാപ്റ്റർ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടൈപ്പ് 1 നമ്മൾ ഡിവിസിബിലിറ്റിയുടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. കുറച്ച് ക്വസ്റ്റ്യൻസ് അടുത്ത സെക്ഷനിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.